ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ നാം തുടങ്ങിവെക്കുന്ന കാര്യങ്ങളെ പരിഹാസത്തോടെ വീക്ഷിക്കുന്ന അനേകരുണ്ടാകും. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും തകർച്ചകളും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരും. സകലതും കത്തിയമർന്ന് ഇല്ലാതാകണം എന്ന മനോഭാവമുള്ളവർ നമുക്ക് ചുറ്റിലുമുണ്ടാകും. അവരുടെ നടുവിലും നഷ്ടങ്ങളിൽ പതറാതിരിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാന സമീപനമായിരിക്കണം. നാശം ആഗ്രഹിക്കുന്നവർക്ക് നശിപ്പിക്കുവാൻ ഒരു നിമിഷം മതി. ആവശ്യം കഴിയുമ്പോൾ കുറ്റം കണ്ടുപിടിച്ച് അവർ ശത്രുപക്ഷം ചേരും. അവിടെ ഇരുന്ന് നിനക്കെതിരായി ഒളിയമ്പുകൾ എയ്തുന്നു വരാം. മനസാക്ഷി മരവിച്ചവർ നിനക്കെതിരെ കയ്യോങ്ങുമ്പോൾ തളർന്നു പോകരുത്. നിന്നെ ഈ ദൗത്യങ്ങൾ ഏൽപ്പിച്ച ഒരു ദൈവമുണ്ട്. ഈ കാര്യങ്ങളിൽ നീ വിശ്വസ്തനെന്ന് കണ്ട് നിന്നെ വിളിച്ചിറക്കിയ ഒരു കർത്താവുണ്ട്. വിശ്വസ്തനെന്ന് എണ്ണി നിന്റെ കരങ്ങളിൽ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ നാഥൻ നോക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ലഭ്യത മാത്രമാണ്. സൂര്യൻ്റെ ചൂടിന് സമുദ്രത്തിലെ ജലം വറ്റിക്കാൻ കഴിയില്ല എന്നതുപോലെ ദൈവം നിന്നിൽ വെച്ചു തന്ന ഒരു നന്മയും ഇല്ലാതാക്കുവാൻ ശത്രുക്കൾക്കാകില്ല. ശത്രു നിനക്കെതിരെ തിരിയുമ്പോൾ ദൈവം തൻ്റെ വചനമയച്ച് നിന്നെ വിടുവിക്കും. സ്നേഹമെന്ന ഒരു പുതപ്പ് അവൻ നിന്റെ മേൽ വിരിച്ചിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലും ആ പുതപ്പ് നിനക്ക് സംരക്ഷണം നൽകും. സാഹചര്യങ്ങളുടെ വലിപ്പത്തേക്കാൾ സർവശക്തനിലുള്ള വിശ്വാസമാണ് നിനക്ക് വേണ്ടത്. സഹായിക്കാൻ കഴിയുന്ന പലരും കൈകെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ നിന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ആ കർത്തനിൽ നിന്ന് വരും. ഒരുപക്ഷെ ആരും കൂടെയില്ലെന്ന് വരാം. എങ്കിലും ക്രിസ്തുവിൽ നീ വിശ്വസ്തനായി തുടരണം. നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം കണക്ക് കൂട്ടുന്നത് ദൈവമാണ്. അതിൻ്റെ പ്രതിഫലം ദൈവം നിനക്കായി കരുതിയിട്ടുണ്ട്. അവൻ നിന്റെ കരം കുറുകിപ്പോകുവാൻ അനുവദിക്കില്ല. അതിനാൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. രൂത്ത് 2:12. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.